വീടെടുക്കുമ്പോ പണിയെടുക്കും. ഹലോ നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് ആവിക്കുട്ടിയ? തൃശ്ശൂർ പൂരത്തിന്റെ നാളെയും മറ്റന്നാളും 1-ാം തീയതി 2-ാം തീയതി. അപ്പൊ അതിന്റെ പൂരപ്പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. അമ്മേനെ നമ്മൾ സ്ഥലത്തേക്ക് വിട്ടിട്ടുണ്ട് അല്ലേ. അമ്മ കുറച്ച് പണിയിലാണ്. ഇവിടെ എന്താ പറയാ ഉണ്ടാക്കണേ അമ്മ? കുരുത്തോലുകൊണ്ട് എന്തോ ഉണ്ടാക്കാണ്. അത്യാവശ്യം കുറെ പിള്ളേരുകളും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നാളെ ഇവിടുത്തെ പൂരപ്പറമ്പ് അങ്ങനെയായിരിക്കും. നിൽക്കാൻ പറ്റില്ല. അത് പറഞ്ഞ ഫുൾ ജനസാഗരമായിരിക്കും. ഇതാണ് നമ്മുടെ പന്തൽ കേട്ടോ. പന്തല് നമ്മുടെ സ്റ്റേജ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ വടക്കുനാഥൻ്റെ സംഭവം അവിടെ ചെയ്യുന്നുണ്ട്. ആനകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ശക്തൻ തമ്പുരാനെ കാണിച്ചു തരാം. മറ്റേ എന്താ പറയുക, നമ്മുടെ പൂരം കൊടിയേറുന്ന ഇതല്ലേ, കൊടിമരം കാണിച്ചു തരാം. അത്യാവശ്യം ഇവിടെ കുറേ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാനിത് ബാക്ക് ക്യാമറയൊക്കെ അതാണ് നല്ലത്. അത്യാവശ്യം റിഹേഴ്സൽ നടക്കുന്നുണ്ട് നമ്മുടെ ബാക്കിൻ്റെ. ഇതെല്ലാവരും പണിത്തിരക്കിലാണ് കേട്ടോ. അതിനിടയിലാണ് ഞാനും മാമിക്കുട്ടിയും മൊബൈലും പിടിച്ച് നടക്കുകയാണ്. ഞങ്ങൾക്കൊരു പണിയില്ല, ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യലാണ് പണി അല്ല മാമി. അടിപൊളി സ്റ്റേജ് കേട്ടോ. സ്റ്റേജ് അത്യാവശ്യം ഹൈ സെറ്റപ്പാണ്. പിന്നെ അവിടെയൊക്കെ ഒരു ആന സമയത്തിൻ്റെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആനയൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ നാളെ വരുമ്പോൾ നോക്കിക്കോ, ഇത് വേറൊരു ലെവലായിരിക്കും. ആമിക്കുട്ടിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ 1-ാം തീയതി. ഡിസംബർ 1 നമ്മുടെ ആമിക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പിറന്നാൾ 3-ാം തീയതി വരുന്നുണ്ട് അല്ലേ. 3-ാം തീയതി വരണേ. പന്തല് ലൈറ്റിട്ടുള്ള ഭാഗം ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാ ലൈറ്റാ ആമിക്കുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന പന്തലിൻ്റെ താഴെ നിന്നിട്ടാ. ഇപ്പോഴേക്ക് ലൈറ്റ് കിട്ടു. വന്നു ആമിക്കുട്ടിയുടെ ഭാഗ്യം, ലൈറ്റ് വന്നു. ക്ലിയർ ഇല്ലേ ആമിക്കുട്ടി? ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ട്. നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയുടെ അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. ആമിക്ക് അറിയോ ശക്തൻ തമ്പുരാൻ ആരാന്ന്? അറിയില്ല. നമ്മുടെ ബിഗ് ബോസ് കണ്ടിരുന്നപ്പോൾ അനീഷിനോട് ലാലേട്ട ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, തൃശ്ശൂര് പിന്നെ ശില്പി ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആരാ? അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഇതായിരുന്നു നമ്മുടെ ശക്തൻ തമ്പുരാൻ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഒരാളെ പഠിപ്പിക്കാനും ഒരാളെ പഠിക്കാനും ഇരിക്കുന്നതാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞൂടി? കഴിഞ്ഞു. കണ്ടില്ലേ? ഇതാണ് സംഭവം, സത്യാവസ്ഥ ഇതാണ്. എന്തായാലും ഫേസ് കൂടി കാണിക്കാം. അമ്മക്കുട്ടി ഇതാരുണ്ടാക്കിയതാണ്? അമ്മ. സത്യത്തിൽ അമ്മ ഉണ്ടാക്കിയത്? പറയാൻ പറഞ്ഞല്ലേ പിന്നെ. വിശ്വസിച്ചു. നീ എന്നിട്ട് പറയുന്നേ ദേവനെ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് എന്തായെന്നൊന്നും പറഞ്ഞ സത്യത്തില്. അതെ, ഞാൻ പോലും വിചാരിച്ചില്ലാന്ന്. ഇതൊക്കെ രേവ ചെയ്താണ്. അതെ, ശരിക്കും നമ്മള് വേണ്ട വിഷമം എന്താന്നാലും പോവാ മമ്മി. നാളെ വരാം. നാളത്തെ പൂരത്തിനായി ആന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആന മേക്കപ്പെടാന്ന് പിന്നിലൊരാണിട്ടാ കണ്ടാ. നാളെ ഈ സ്ഥലത്ത് ഒരു നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. നാളെ മറ്റന്നാള് ഒഴിഞ്ഞു കിട്ടുകയാണ്. പൂരത്തിന്റെ എല്ലാമായി നമ്മുടെ അജയേട്ടൻ പൂരം തകർക്കണട്ടാ. നമുക്ക് തകർക്കില്ലേ? ചോദിച്ചാൽ മതി. തകർക്കണം. നമ്മള് ഇവിടെ തൃശ്ശൂരിന്റെ വൈബ് ലോകം മുഴുവനും കാണാൻ പോകണം. 1-ാം തീയതി 2-ാം തീയതി നമ്മുടെ ദുബായിക്ക് പറഞ്ഞാൽ മതി. തൃശ്ശൂരിന്റെ വൈബാണ്. തൃശ്ശൂർക്ക് പോകണ്ട, ദുബായിക്ക് വരാം. അതന്നെ, തൃശ്ശൂർ പൂരം അതേപടി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയില്ല, പക്ഷെ എന്നാലും ആ ഫീൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും വരിക. ഇപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കൊടിമരം. കൊടിമരം നമ്മുടെ ചിരാതൊക്കെ കത്തിച്ചിരിക്കണ ഇത്
ഇപ്പൊ കത്തി ഇത് ഇതാക്കി വെച്ചിരിക്കുക. പൊടിയൊക്കെ കയറുന്ന കാരണം നാളെ സെറ്റാക്കും. പിന്നെ ഒരുപാട് സ്റ്റാളുകളാണ് ഈ കാണുന്നതും. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ സ്റ്റാളുകളാണ്. ഇവിടെ തന്നെ സ്റ്റേജിന്റെ ഭാഗം. ഇതൊന്നും നാളെ ഒരു ഫുഡ് സ്റ്റാള് അല്ലേ? ഇതെല്ലാതും ഫുഡ് സ്റ്റാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പൂര കമ്മിറ്റി ഓഫീസ്. ഫുൾ സെറ്റായിരിക്കും നാളെ. അല്ലേ അമ്മി? ഇറങ്ങിയാലോ? ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്. നാളെ അമ്മിക്കുട്ടിയുടെ ബർത്ത്ഡേ കാരണം ചെറിയ ഒരുക്കങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ നാളെ പൂരത്തിൻ്റെ അന്ന് കാണാം.